മക്കളെ സ്നേഹാമസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പൊ ഹിന്ദി പഠിപ്പിക്കാനായിട്ട് ബാബു സാറിനൊപ്പം മിസ്സും ഉണ്ടാവും. മിസ്സിന്റെ പേര് സ്നേഹ എന്നാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കാണാവുന്നതാണ് അല്ലേ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ചട്പട്ട് ഓർ നട്ട്കട്ട്? ആരാണ് ഈ ചട്പട്ട്, ആരാണ് ഈ നട്ട്കട്ട് എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കഥാപാത്രങ്ങളാണ് നമ്മുടെ ചട്പട്ടും നട്ട്കട്ടും എന്ന് പറയുന്നത് അല്ലേ. പറയാൻ കുറച്ച് പാടുള്ള ആൾക്കാരാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലാസ്റ്റ് വരെ ഇവന്മാരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഇവരെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ചട്പട്ടും നട്ട്കട്ടും എന്നുള്ള പേര് തന്നിട്ട് മാച്ച് ദ ഫോളോവിങ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് 4 മാർക്കിന്. പിന്നെ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, അങ്ങനെ പറഞ്ഞാൽ എന്താണ് ശരിയായിട്ടുള്ള ആൻസർ. ഇപ്പൊ ചട്പട്ടിനെ കുറിച്ച് ഒരു ആൻസർ ചിലപ്പോൾ എന്ത് തരും, ഒരു വാക്യം, ഒരു സെന്റൻസ് തരും. എന്നാൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ശരിയായത് മാത്രം സഹി പ്രസ്താവ് എടുത്ത് എഴുതേണ്ടി വരും. അതും 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്ന സംഭവം ആയതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇത് അങ്ങോട്ട് ഇപ്പോഴേ പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ കുറിച്ച് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറും. നോക്കിക്കേ, ചട്പട്ട് ഓർ നട്ട്കട്ട്, അവർ ആരാണ്? അണ്ണനും തമ്പിയുമാണ് അല്ലേ. എന്താണ്, ഒന്ന് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നല്ലവനായ ഉണ്ണിയാണ്, ഒന്ന് കുരുത്തം കെട്ട ഒരു ചെക്കനാണ് അല്ലേ. അതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ആ പാഠം മൊത്തം ഒരു ഏകദേശ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ലൈവ് കണ്ടപ്പോൾ അല്ലേ. നോക്കുക, ചട്പട്ട് ചേട്ടന്റെ പേരാണ് എന്ത്, ചട്പട്ട് എന്ന് പറയുന്നത്. അവൻ നല്ല സൂപ്പർ മോനാണ്, നല്ല മോനാണ്, എന്നെ പോലൊരു മോനാണ് കേട്ടോ. നട്ട്കട്ട് കുരുത്തം കെട്ട ചെക്കനാണ്. നട്ട്കട്ടിന്റെ അർത്ഥം എന്താണ്? കുസൃതിക്കാരൻ എന്നുള്ള അല്ലെ. കുസൃതിക്കാരനാണ് നമ്മൾ നട്ട്കട്ട് എന്ന് പറയുന്നത്. ചട്പട്ടിന്റെ റിയൽ മീനിങ് എന്താണ്? പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ നേരെ വാ നേരെ പോ എന്നുള്ള ഒരു അർത്ഥം കൂടിയാണ് ചട്പട്ട് എന്ന് പറയുന്നത്. ഇവരുടെ പേരിനനുസരിച്ചുള്ള, അതായത് അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള പേരാണ് അവന്മാർക്ക് ഇട്ടേക്കുന്നത് അല്ലേ. അപ്പൊ അവരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളായിട്ട് പറയാം. ഇത് മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചുകൂടി നമുക്ക് എന്താക്കാം, നന്നായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിൽക്കും. ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവരെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാക്കി തരും. അപ്പം നമുക്ക് സെറ്റായിട്ട് മാറും. മനസ്സിലാക്കി പഠിക്കണമെന്നുള്ളൂ. ഇങ്ങനെ ഒരു സിനിമ പോലെ അങ്ങോട്ട് ആലോചിക്കുക, എന്തൊക്കെയായിരുന്നു അവർ ചെയ്തത് എന്നൊക്കെ. ഈ പേര് മാത്രം മാറാതെ നോക്കിയാൽ മതി. ഷടപടാന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആള് ചട്പട്ടും, പിന്നെന്താണ് കുസൃതി കുട്ടൻ നട്ട്കട്ടും. അങ്ങനെ ആലോചിക്കുക കേട്ടോ. ഓക്കെ, ആദ്യത്തെ നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ചട്പട്ട് ബഡാ ഹേ. ചട്പട്ടാണ് ഇവിടെ ചേട്ടനായിട്ടുള്ള ആളാരാണ്? ഷടപടാ കാര്യങ്ങൾ ചെയ്യുന്ന ആള് ചട്പട്ട്. ആരാണ്? ബഡാ ഹേ എന്നുള്ളത് ആലോചിക്കാം. ചോട്ടി ആരാണ്? ചെറിയ ചിക്കൻ ആരാണ്? നമ്മുടെ നട്ട്കട്ടാണ് അല്ലേ. നട്ട്കട്ട് ചോട്ടാ ഹേ, അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോവിങ്ങിലൊക്കെ ചോദിക്കും. പിന്നെ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ അതിലൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ അവർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. നോക്കിക്കേ, വലിയ ചേട്ടൻ എത്രയാണ്? വലിയ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലാണ് അല്ലേ. വലിയ ക്ലാസ് ഒന്നുമല്ല, എന്നാലും പറയാണ് വലിയ ഏട്ടൻ എന്താണ്? 5ാം ക്ലാസ്സിൽ. 5 വീമേ പഠിത്താ ഹേ. 5 വീമേ എന്താണ്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അല്ലേ. 5 എന്നുള്ള അർത്ഥമാണ്. മറ്റവനോ ചെറുത് നട്ട്കട്ടാണ്, കുസൃതിക്കുട്ടൻ. തീസരിയിലെ തീസരി എന്ന് വെച്ചാൽ എന്താണ്? 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ കാര്യം ആലോചിച്ച് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ചേട്ടനുണ്ടല്ലോ, നല്ലവനായ ഉണ്ണി ചട്പട്ട്, അവൻ എങ്ങനെയാണ് സ്പീഡ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു വാർത്ത പറയുന്നുണ്ട് അല്ലേ. അവൻ സ്പീഡ് സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പോക്കർ, ബർഗത്, ഗേറ്റ്, ഭാഗ്, പിന്നെന്താണ് നാല, നദി, സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. നമുക്ക് അങ്ങനെ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് തലയിൽ നിൽക്കും കേട്ടോ. അപ്പം ഇവര് പോകുന്ന വഴിക്ക് എങ്ങനെയായിരുന്നു? നമ്മുടെ ചട്പട്ട് ചേട്ടനുണ്ടല്ലോ സ്പീഡ് ഇങ്ങനെ നടന്നു പോവും. പക്ഷെ നമ്മുടെ ചെക്കൻ ഉണ്ടല്ലോ, ചോട്ട ചെക്കൻ നട്ട്കട്ട്, ഇവൻ മെല്ലെ ലാ എന്ന് പറഞ്ഞ ആടി പാടിയിട്ടേ വരുള്ളൂ. അപ്പൊ അത് വെച്ച് നിങ്ങൾ ആലോചിക്കുന്ന നമ്മുടെ തേസ് ചട്പട്ട് തേസ് എന്ന് വെച്ചാൽ സ്പീഡ് എന്നുള്ള അർത്ഥം അല്ലേ. സ്പീഡിൽ നടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ചട്പട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സ്പീഡിൽ പോകുന്ന ആളാരാണ്? തേസ് വെച്ചാണ് സ്പീഡ് അല്ലേ. സ്പീഡിൽ പോകുന്ന ആളാണ് ആര്? ചട്പട്ട്. ഇനി മറ്റവൻ ഇങ്ങനെ മെല്ലെ നമ്മൾക്ക് അറിയാം ഇവന് കുറേ പരിപാടി ഉണ്ട് അല്ലേ. പോക്കറിന്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിനെ ഇങ്ങനെ നോക്കിക്കുക. ബർഗത്തിന്റെ അവിടെ, ആലിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ചു എന്താണ് ഇങ്ങനെ വെറുതെ ആടിക്കളിക്കുക. അങ്ങനത്തെ കുറേ പരിപാടികൾ ആർക്കുണ്ട്? നട്ട്കട്ടിനുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അവൻ എങ്ങനെയാണ്? മെല്ലെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സമയമാവും അല്ലേ. ധീരെ മെല്ലെയാണ് എന്ത് ചെയ്യാറ്? നടക്കാറ് അല്ലേ. മെല്ലെ എന്നുള്ള അർത്ഥമാണ് അല്ലേ.
പിന്നെ നമ്മുടെ ഈ ഒരു നട്ട്കട്ടിന്റെ ഈ ഒരു സ്വഭാവം കാരണം അമ്മേനോടുകൂടി മൂത്ത കുട്ടിയുടെ രോദനമാണ് നമ്മൾ ഈ കഥയിൽ മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നത്. മൂത്ത കുട്ടി ചട്ട്പട്ടാണ്. അവ എപ്പോഴും പോയിട്ട് അമ്മേനോട് എന്ത് ചെയ്യും? ഷിക്കായത് കർത്താഹേ, അമ്മ ഈ ചെക്കനുണ്ടല്ലോ ഇങ്ങനെയാണ് നടക്കുന്നത്, എനിക്ക് പറ്റൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ പരാതി പറയും അല്ലെ. നോക്കിക്കേ, മാസേ ഷിക്കായത് കർത്താഹേ, അതാരാ ചെയ്യുന്നത്? ചട്ട്പട്ട്, വലിയവനാണ്. ആരെ കുറിച്ച്? നമ്മുടെ നട്ട്കട്ടിനെ കുറിച്ച് അല്ലെ, കുസൃതിക്കുട്ടനെ കുറിച്ചിട്ട്. മാസേ ഷിക്കായത് എന്ന് വെച്ചാൽ എന്താണ്? പരാതിയാണ് അല്ലെ, പരാതി പറയുന്ന ആളാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നട്ട്കട്ടിനെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നോക്കിക്കേ, ബാഗസെ ആം തോടുത്താഹേ, ബാഗസെ ഈ ആൽമരത്തിൽ ആടുന്ന പരിപാടി, പോക്കറിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പരിപാടി, പിന്നെന്താണ് ബാഗസെ തോട്ടം അല്ലെ, ബാഗ് എന്ന് വെച്ചാൽ തോട്ടമായിരുന്നു അല്ലെ, തോട്ടത്തിൽ കയറിയിട്ട് മാങ്ങ പൊട്ടിക്കുന്ന പരിപാടി. ഇതൊക്കെ ആരായിരുന്നു ചെയ്യാറ്? ആ കുസൃതിക്കുട്ടനാ ചെയ്യാറ് അല്ലെ, നമ്മുടെ നട്ട്കട്ടാണ് ചെയ്യാറ്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ആലോചിച്ച് വെക്കേണ്ട വേറൊരു കാര്യമാണ് ചട്ട്പട്ടിനെയും നട്ട്കട്ടിനെയും കുറിച്ചുള്ള. നോക്കിക്കേ, ഗിട്ടി പൈരാന നെഹി ആത്ത അല്ലേ, നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് എന്താണ്? ഗിട്ടി പൈരാന എന്താണ്? കല്ലെറിയ അല്ലെ, കല്ല് സൂപ്പർ ആയിട്ട് എറിയാൻ അറിയുന്ന ആൾ ആരായിരുന്നു? ഇതേ നമ്മുടെ നട്ട്കട്ടാണ് അല്ലെ. ഗിട്ടി പൈരാന ആത്താഹേ, അറിയുന്ന ആള് ആരാണ്? കല്ലെറിയാൻ അറിയുന്ന ആള് നട്ട്കട്ടാണ്, കുസൃതിക്കുട്ടനാണ്. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്ന നമ്മുടെ നട്ട്കട്ടാണ്. നമ്മുടെ ചട്ട്പട്ട് നല്ല മൂത്തവൻ, നല്ല ആളാണ് അല്ലെ. അപ്പൊ നട്ട്കട്ട്, കുസൃതിക്കുട്ടൻ കല്ലെറിയാൻ അറിയാം. പിന്നെന്താണ്? ഗിട്ടി പൈരാന നെഹി ആത്താഹേ, അറിയാത്തത് ആർക്കാണ്? നമ്മുടെ മൂത്ത കുട്ടിക്കാണ് എന്നുള്ള കാര്യം ആലോചിക്കുക അല്ലെ. അത് കഴിഞ്ഞിട്ട് തോണി ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഥയിലെ മെയിൻ സാധനം എന്ന് പറയുന്നത് തന്നെ അതായിരുന്നു അല്ലെ. നമ്മുടെ കുഞ്ഞുമോൻ എന്താണ് ടൈറ്റാനിക് ഉണ്ടാക്കാൻ പോയി, അതൊക്കെ വിട്ടു ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മുടെ നട്ട്കട്ട് അല്ലെ കുറെ ക്ലാപ്പൊക്കെ അടിച്ചു. കുറച്ച് കഴിയപ്പോൾ എന്താണ്, ചട്ട്പട്ട് അന്വേഷിച്ച് വന്ന സമയത്ത് ഇവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എന്തായിപ്പോയി? തലയും കുത്തി അങ്ങ് നമ്മുടെ നദിയിലേക്ക് വീണു അല്ലെ. നദിയിലേക്ക് വീണിട്ട് എന്താണ്, അയ്യോ അമ്മേ അച്ഛാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നപ്പം പാവം പിടിച്ച ആ ചെക്കൻ ആരാ രക്ഷിച്ചത്? നമ്മുടെ ചട്ട്പട്ട് മൂത്ത 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷടപട കാര്യങ്ങൾ ചെയ്യുന്ന ചേട്ടനായിരുന്നു രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം ആലോചിക്കുക. അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു 2 പോയിന്റ് ഉള്ളത്. നോക്കിക്കേ, കാഗസ് കി നാവ് നെഹി ബനാന ആത്ത അല്ലെ. കാഗസ് കി നാവ് എന്ന് വെച്ചാൽ എന്താണ്? പേപ്പർ ബോട്ട് ആണ് അല്ലെ. നമ്മുടെ കടലാസ് കൊണ്ട് ഉണ്ടാക്കിയ നാവ്, തോണി ഉണ്ടാക്കാൻ അറിയില്ല. ആർക്ക്? ചേട്ടന്. അറിയുന്ന ആളാരാണ്? ഇത് ടൈറ്റാനിക് വിട്ട ആളാരായിരുന്നു? നട്ട്കട്ടാണ്, കുസൃതിക്കുട്ടനാണ്. അപ്പൊ നോക്കിക്കേ, കാഗസ് കി നാവ് ബനാന ആത്താഹേ, ആത്താഹേ വെച്ചതാണ് അറിയാം. ഈ നെഹി നോക്കണം കേട്ടോ മക്കള്. ഈ നെഹി വന്നാൽ എന്താണ്? അറിയില്ല എന്നുള്ള അർത്ഥം. ആത്താഹേ അറിയാം എന്നുള്ള അർത്ഥമാണ് അല്ലെ. ലാസ്റ്റ് നമ്മുടെ ചട്ട്പട്ടിന് അറിയുന്ന ഏക ഒരു കാര്യം എന്താണെന്ന് നോക്കിക്കേ, നദി മേ തൈർന ആത്താഹേ. തൈർന വെച്ച് എന്താണ്? നീന്ത അല്ലെ. നീന്താൻ അറിയാം. ആർക്ക്? നമ്മുടെ ചേട്ടന്. നീന്താൻ അറിയില്ലെങ്കിൽ നമ്മുടെ ആര്? കുഞ്ഞുമോൻ നട്ട്കട്ട് ഇപ്പൊ RIP ആയിട്ടുണ്ടാവും അല്ലെ. പക്ഷെ എന്താണ്, നമ്മുടെ ചേട്ടൻ വന്നിട്ട് രക്ഷിക്കുകയാണ്. നോക്കിക്കേ, ചട്ട്പട്ട് നദീമേ തൈർന ആത്താഹേ, നദിയിൽ നീന്താൻ വേണ്ടിയിട്ട് അറിയാം. നീന്താൻ അറിയാത്ത ആളാരായിരിക്കും? അപ്പം നോക്കിക്കേ, നദീമേ തൈർന നഹി ആത്താഹേ, അറിയില്ല. ആർക്ക്? നമ്മുടെ നട്ട്കട്ടിന്, കുസൃതിക്കുട്ടന്, ചെറിയവന്. അപ്പൊ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. കാരണം ഇതിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ, ചെറിയ മാർക്കിനാണോ അല്ല, 4 മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇതേ അതിന് വേണ്ടിയിട്ട് എന്ത് തന്നിട്ടുണ്ട്? ആ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മക്കൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ മിസ് ഇപ്പൊ പറഞ്ഞു തന്നാൽ നമ്മുടെ ചേട്ടനെയും അനിയനെയും കുറിച്ച്, ചട്ട്പട്ടിനെയും നട്ട്കട്ടിനെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഇത് മിസ് ഇപ്പൊ പറഞ്ഞു തരാം. നോക്കിക്കേ, ശ്രദ്ധിച്ചേ, നോക്കിക്കേ, നമ്മൾ ഓരോ നോക്കേ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, ശരിയായ പ്രസ്താവന എടുത്ത് എഴുതൂ. അതായത് ഏതാണ് ശരിയെന്ന് തോന്നുന്നത് അതെടുത്തിട്ട് പേപ്പറിൽ അങ്ങ് എഴുതി വെച്ചാൽ മതി. അതാണ് നമ്മുടെ പരിപാടി കേട്ടോ. അപ്പൊ ആദ്യത്തെ സാധനം വായിച്ചു നോക്കാവേ. दोनों भाई अपने गाँव के स्कूल में പഠിത്തേ ഹേ. दोनों ഭായി, 2 പേര്. നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ച ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ കേട്ടിട്ടുള്ള ആ ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്, ആ എടുത്ത ആ ഒരു ഓർമ്മ വെച്ച് മക്കൾ പറയാ. दोनों ഭായി, 2 ചേട്ടന്മാർ അല്ലെങ്കിൽ 2 സഹോദരന്മാരും അപ്പനെ ഗാവ്ക്ക്, തൻ്റെ ഗാവ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഗ്രാമമാണ് അല്ലെ. തൻ്റെ ഗ്രാമത്തിലെ സ്കൂളുമേ പഠിത്തേ ഹേ, പഠിക്കുന്നു. ഗ്രാമത്തിലെ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്?
അല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ദൂരെ ഏതോ ഒരു സ്ഥലത്ത്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പോക്കറ്, ബർഗത്ത്, ആൽമരം, നദി, നാല ഇങ്ങനെ എന്തൊക്കെയോ കടന്നിട്ട് കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് എവിടെ എത്താറ്, സ്കൂളിലെത്താറ്. അപ്പൊ സ്വന്തം ഗ്രാമത്തിലാണോ പഠിക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. ദോനോ വേറെ ഏതോ ഗ്രാമത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇതെന്താണ്, തെറ്റായിട്ടുള്ള ഒരു സാധനമാണ് മക്കൾ. ഇത് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത് നോക്കിക്കേ. നട്കട്ട് കോ ഗിട്ടി പേരാന ആതാ ഹേ. നട്കട്ട് ചെറിയവന്, ഗിട്ടി കല്ല്, പൈരാന എറിയാൻ വേണ്ടിയിട്ട് ആത്താഹേ. ശരിയാണോ തെറ്റാണോ? ശരിയായിട്ടുള്ള കാര്യം. കുസൃതിക്കുട്ടനാണ്. അവന് കല്ലെറിയാനും മാങ്ങയ്ക്ക് കല്ലെറിയാനും പിന്നെന്താണ് തോണി വിടാനും എല്ലാം അറിയുന്ന ചെക്കനാണ് അല്ലേ. അപ്പൊ എന്താണ്, നട്കട്കോ ഗിട്ടി പൈരാന ആത്താഹേ എന്നുള്ളത് നമ്മൾ എഴുതുന്നു. അത് ശരിയായിട്ടുള്ളതാണ്. മക്കൾ എന്ത് ചെയ്യുന്നു, അത് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക്, നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് എടുത്തെഴുതുന്നു. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയൽ അല്ലേ. നെക്സ്റ്റ് എന്താ നോക്കിക്കേ. നട്കട്ട് ഹമേഷ റോത്തെ ഹുവേ സ്കൂൾ ആത്താഹേ. നട്കട്ട് എപ്പോഴും റോത്തെ ഹുവേ കരഞ്ഞുകൊണ്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? ഇല്ല. അങ്ങനെ അതൊരു കാര്യം പോലും നമ്മുടെ എന്തിൽ തന്നിട്ടില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല. അപ്പൊ അത് മക്കൾ എന്ത് ചെയ്യണ്ട, എഴുതേണ്ട ആവശ്യമില്ല, തെറ്റാണ്. നോക്കിക്കേ. ബഡാ ബായി 5वीं कक्षा में पढ़ता है. ബഡാ ബായി, ബഡാ എന്ന് വെച്ചാൽ വലിയ അല്ലേ, വലിയ സഹോദരൻ അല്ലെങ്കിൽ വലിയ ചേട്ടൻ, സഹോദരൻ എന്താണ്, എത്രാം ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ചെറിയവൻ ചോട്ട ചെക്കൻ 3ാം ക്ലാസ്സിലായിരുന്നു, വലിയവൻ 5ാം ക്ലാസ്സിലാണ്. ഒക്കെ നമുക്ക് അറിയുന്ന സാധനമാണ്, സൂപ്പർ സാധനമാണ്, സിമ്പിൾ സാധനമാണ്. ഇതൊക്കെ ശരിയാണ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. അവസാനത്തത്. ചട്പട്ട് കോ സ്കൂൾ കെ രാസ്തേ മേ കൈ ബാർ ചോട്ടേ കാ ഇന്തജാർ കർനാ പഡ്താ ഹേ. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള സെന്റൻസാ, പക്ഷെ ഈസി സാധനമാണ് അല്ലേ. ചട്പട്ട് കോ, അതായത് നമ്മുടെ വലിയ ചേട്ടന്, ബഡാ ചേട്ടന് എന്താണ്, ആ നല്ല മനുഷ്യൻ, നല്ലവനായ ഉണ്ണിക്ക് എന്താണ്, സ്കൂൾ കെ രാസ്തേമേ സ്കൂളിലെ വഴിയിൽ, കൈ ബാർ ഒരുപാട് പ്രാവശ്യം, ചോട്ടേക്ക ചെറുതിനെ, ഇന്തജാർ കർണ പടുത്താത്ത എന്താണ്, കാത്തിരിക്കേണ്ടി വരുമായിരുന്നു അല്ലേ, കാത്തിരിക്കേണ്ടി വരുമായിരുന്നു എന്ന് പറയാണല്ലേ. അത് ശരിയാണോ തെറ്റാണോ? വരുമായിരുന്നു. ശരിയല്ലേ. കാരണം എന്താണ്, ഈ ചെക്കൻ ഇതൊക്കെ ഇങ്ങനെ തോണിയൊക്കെ വിട്ട് ഇങ്ങനത്തെ കുറെ സ്ഥലത്തൊക്കെ തൂങ്ങി ആടിയൊക്കെ വരുമ്പോഴത്തേക്ക് എന്താവും, സമയാവും, മെല്ലെ മെല്ലെ നടന്നു വരുന്നതാണ് അല്ലേ. അപ്പം ചട്പട്ടിന്, ചേട്ടന് കുറേ പ്രാവശ്യം നമ്മുടെ നട്കട്ടിനെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന്, ഇന്തജാർ കർക്കെ രഹ്നാ പഡ്താത്ത ഇരിക്കേണ്ടി വരുമായിരുന്നു. ശരിയായിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതും ശരിയാണ്. ദേ 3 എണ്ണം ശരിയാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ നട്കട്ടിനെയും ചട്പട്ടിനെയും കുറിച്ച് ഇനി അറിയില്ല എന്ന് പറയരുത്. ഇവർ രണ്ടാളെ കുറിച്ചും കൃത്യമായും വ്യക്തമായും മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് മുന്നോട്ടും കാണാം. Bye.